നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ കണക്കിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം. വിഷയത്തിൽ പുതിയ ന്യായീകരണവുമായി സർക്കാർ രംഗത്ത് വന്നെങ്കിലും അതിൽ വ്യക്തത പോരാ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ചെലവഴിച്ച തുകയുടെ ആക്ച്വൽ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA ആവശ്യപ്പെട്ടു. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകും. സർക്കാർ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള ആക്ച്വൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചിലവാക്കിയത് എന്ന് തന്നെയാണ്. എസ്റ്റിമേറ്റ് ആണോ ആക്ച്വൽസ് ആണോ എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. ചില സംഘടനകളെ ഭക്ഷണ വിതരണത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയത് മറ്റ് ചില സംഘടനകളുടെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ സഹായം പുനരധിവാസത്തിനാവശ്യമാണ് എന്ന് കാണിച്ച് കണക്ക് നൽകുകയാണ് വേണ്ടതെന്നും അപ്പോഴെല്ലാം സഹായം ലഭ്യമായിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിന് പകരം യാഥാർത്ഥ്യബോധമില്ലാത്ത കണക്കുകൾ അവതരിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യം സർക്കാർ ആലോചിക്കണം. സർക്കാരിൻ്റെ റിപ്പോർട്ടിൽ ഉള്ള ആക്ച്വൽസ് എന്താണെന്ന് സർക്കാർ ഉടൻ വ്യക്തമാക്കണം. ഇങ്ങനെയൊരു കണക്ക് കൊടുത്തതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി പ്രതീക്ഷിക്കുന്ന ചെലവ്, അതായത് എസ്റ്റിമേറ്റ് സംബന്ധിച്ച് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പുതിയ വിവാദത്തിലാണ് തിരികൊളുത്തിയത്. ദുരന്ത നിവാരണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി 1202 കോടി ചെലവാകും എന്ന സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങളാണ് സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നത്. രക്ഷാപ്രവർത്തനത്തിൽ സൗജന്യമായി സേവന മനസ്സോടെ പങ്കെടുത്ത സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇത്രയും തുക എങ്ങനെ ചെലവായി എന്ന ചോദ്യവുമായി രംഗത്തെത്തിയതോടെയാണ് സർക്കാർ വെട്ടിലായിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. മൃതദേഹ സംസ്കരണം പൂർണ്ണമായി നടത്തിയത് സന്നദ്ധ സംഘടനകളായിരുന്നു. പിന്നെ എങ്ങനെ ഇത്ര തുക ചെലവ് വന്നു എന്ന ചോദ്യം ഉയരുകയാണ്. സമാനമായി വോളണ്ടിയർമാർക്ക് നൽകിയ ഭക്ഷണം, വസ്ത്രം, മെഡിക്കൽ എയ്ഡ് തുടങ്ങിയ കാര്യങ്ങളിലും ചോദ്യങ്ങൾ ഉയർന്നു. വയനാട് ദുരന്തത്തിൻ്റെ മറവിൽ സർക്കാർ വൻ അഴിമതി നടത്തിയെന്ന തരത്തിൽ ഏതാനും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയതോടെ ഇന്നലെ തന്നെ വിവാദം ആളിക്കത്തി. ഓഗസ്റ്റ് 19 കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടം തന്നെയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയത് എന്നാണ് ഇപ്പോൾ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും വിശദീകരണ പ്രസ്താവന പുറത്തിറക്കി. നിലവിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ തുക അപര്യാപ്തമാണെന്നും അവർ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയും ഇന്നലെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായ വിശദീകരണമില്ല എന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1202 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. ആളുകളെ ഒഴിപ്പിക്കാനുള്ള വാഹനങ്ങൾക്ക് 12 കോടി, 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 75,000 രൂപ വീതം 2.77 കോടി. വയനാട് ദുരന്തത്തെ തുടർന്ന് സർക്കാർ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കേന്ദ്ര സഹായത്തിനായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം കേരള എന്ന രേഖയിലെ കണക്കടക്കമാണ് കോടതിയിൽ സർക്കാർ കൊടുത്തത്. രക്ഷാപ്രവർത്തകരുടെ ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമായി 6.5 കോടി രൂപ ചെലവാകും എന്ന് ഇതിൽ പറയുന്നു. വ്യോമസേനയുടെ എയർലിഫ്റ്റിംഗ് ദൗത്യത്തിന് 17 കോടി നൽകേണ്ടി വരും. സൈന്യം പണിത ബെയിലി പാലവുമായി ബന്ധപ്പെട്ട് 1 കോടിയുടെ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം മരിച്ചവരുടെ ആശ്രിതർക്ക് 14.36 കോടിയും പരിക്കേറ്റ 300-ലധികം പേർക്കായി 17.5 കോടിയും ഉപജീവന സഹായത്തിന് 14 കോടിയുമേ വേണ്ടിവരൂ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണക്കാക്കുന്നത്. 14 ക്യാമ്പുകൾ ഒരു മാസം പ്രവർത്തിക്കുമ്പോൾ ഭക്ഷണത്തിന് 8 കോടി, വസ്ത്രത്തിന് 11 കോടി, ആരോഗ്യ സേവനത്തിന് 8 കോടി, ജനറേറ്ററിന് 7 കോടി എന്നിങ്ങനെ ചെലവാകും. DNA പരിശോധനയുമായി ബന്ധപ്പെട്ട് 3 കോടിയാണ് ചെലവ്. 2010 പേർ വീടുകളിലേക്ക് മടങ്ങുന്നതുവരെ 3 മാസത്തേക്ക് ദിവസേന 300 രൂപ വീതം ചെലവ് വരുന്നത് 5.25 കോടി. മഴക്കോട്ട്, കുട, ബൂട്ട്, ടോർച്ച് എന്നിവയ്ക്ക് ഏതാണ്ട് 3 കോടി രൂപ. ഡ്രോണുകൾക്ക് 3 കോടി, മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് 15 കോടി എന്നിങ്ങനെയും സർക്കാർ വോളണ്ടിയർമാരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് 2 കോടിയിലധികം രൂപയുമാണ് ചെലവ് വരുന്നത്. തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി 47 കോടി. കൃഷി, മൃഗസംരക്ഷണ നഷ്ടപരിഹാരമായി 297 കോടി. വീട് പുനർനിർമ്മാണത്തിന് 250 കോടി. സർക്കാരിനുണ്ടായ സ്വത്ത് നഷ്ടത്തിന് പരിഹാരം 56 കോടി. ടൂറിസം നഷ്ടപരിഹാരത്തിന് 50 കോടി. ഭൂമി പുനരുദ്ധാരണത്തിന് 36 കോടി. താൽക്കാലിക ക്യാമ്പുകൾക്ക് 34 കോടി. 3 സ്കൂളുകളുടെ പുനരുദ്ധാരണത്തിന് 18 കോടി. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് 14 കോടി. വെള്ളക്കെട്ട് നിവാരണത്തിന് 3 കോടി എന്നിങ്ങനെയാണ് ചെലവുകൾ പറയുന്നത്. മെയ് മുതൽ ജില്ലാ ദുരന്ത നിവാരണ പദ്ധതികളുടെ ഭാഗമായി ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. മണ്ണ് നീക്കവും ഖനനവും ടൂറിസ്റ്റുകളുടെ വരവും നിരോധിച്ചു. മൺസൂൺ മുന്നൊരുക്കങ്ങൾ നിരന്തരം വിലയിരുത്തി. ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് നൽകിയതിലൂടെ ഒട്ടേറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു.